സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെപ്റ്റംബർ മാസ കൃഷിയെക്കുറിച്ചാണ്. സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മഴയും അതുപോലെ തന്നെ വെയിലും കിട്ടുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മാസമാണ് സെപ്റ്റംബർ. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഏതൊക്കെ പച്ചക്കറികളാണ് നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്നത് എന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സെപ്റ്റംബർ മാസം നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ നല്ലൊരു ഇനമാണ് പയറ്. ഇത് വള്ളിപ്പയറാണ്. എല്ലാ ഇനം പയറുകളും നമുക്ക് ഈ മാസം നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ വിത്തെടുത്ത് പാകിക്കൊടുക്കാം. ഞാനിവിടെ കൃഷിഭവനിൽ നിന്നും കുറച്ച് വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പാകിക്കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വള്ളി വീശി തുടങ്ങി പന്തലിലോട്ടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് പാകിക്കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു പാക്കറ്റിൽ തന്നെ വെണ്ടയുടെയും പയറിൻ്റെയും പാവല് അതുപോലെ ചീരയുടെയും വിത്തുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് വിത്തുകളും തൈകളും കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് വിത്തുകൾ വെള്ളത്തിൽ ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതാ വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പയറ് വിത്തുകൾ നട്ടു കൊടുക്കാം. ഒരു 7 വിത്തുകളുണ്ട് കേട്ടോ ഒരു പാക്കറ്റിൽ. പയറിൻ്റെ വിത്തുകൾ നല്ല വള്ളിപ്പയറിൻ്റെ വിത്തുകളാണ്. അപ്പോൾ നമുക്ക് ഇത് നട്ടു കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ പൊട്ടി മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മണ്ണൊക്കെ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ച പൊട്ടി മിക്സാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 3 വിത്തുകളാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത്. നമ്മുടെ തക്കാളിയുടെ പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ടാണ് ഞാനിതൊന്ന് നടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലൊരു 3 വിത്ത് നട്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഒരു 3 വിത്ത് വെച്ച് നട്ടു കൊടുക്കാം. മഴയൊക്കെ പെയ്ത് ചെറുതായിട്ട് മണ്ണൊക്കെ നല്ല നനവുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നനച്ച് കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് മുളച്ചോളും. അതുപോലെ തന്നെ ബീൻസ്, കുറ്റിപ്പയർ, കുറ്റിയമര ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നട്ടു കൊടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം. അപ്പോൾ ഇത് കണ്ടത് വീട്ടിലുണ്ടായ കുറ്റിയമരയാണ്. ഈ അമരയുടെ വിത്തുകൾ പാകി കിളിർപ്പിച്ച തൈയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തന്നെ. അപ്പോൾ ഇതിലൊക്കെ വീണ്ടും പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട ഇവിടെ അതാ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും വിത്തുകളെടുത്ത് നമുക്ക് ചട്ടിയിലോ ഗ്രോ ബാഗിലോ എന്തിലാന്ന് വെച്ചാൽ പാകിക്കൊടുക്കാം. അപ്പോൾ ഇത് പൊളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വിത്തുകളെടുത്ത് നമുക്ക് ഒരു ചട്ടി 2 എണ്ണമൊക്കെ വെച്ച് പാകിക്കൊടുക്കുക. അപ്പോൾ ഇത് കണ്ട വിത്തുകളൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വിത്തുകളാണ്. എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോ ചട്ടിയിൽ 1 2 എണ്ണം വെച്ച് നട്ടു കൊടുക്കാവുന്നതാണ്. കണ്ടോ, നമ്മളെപ്പോഴും പൊട്ടി മിക്സൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ചെടിയുടെയും വളർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഗ്രോ ബാഗും ചട്ടിയൊക്കെ ഒഴിവായി കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ വിത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ അമരയുടെ വിത്ത് ഞാൻ ഈ 3-4 ചട്ടിയിലായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് വെണ്ട. നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്ന ഒന്നാണ് കേട്ടോ വെണ്ട. ഇഷ്ടം പോലെ വെണ്ടയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് പറ്റുന്നത്. വെണ്ടയുടെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിരുന്നു. വിത്ത് നടുന്നതും തൈകൾ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും എന്തൊക്കെ വളങ്ങളാണ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടം പോലെ നമുക്ക് വെണ്ടയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വെണ്ടയുടെ വിത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയും പാകിക്കൊടുക്കുക. അല്ലെങ്കിൽ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് തൈകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പല തരത്തിലുള്ളതായ തൈകൾ നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയും നട്ടു കൊടുക്കാം. ഞാനിവിടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് വെണ്ടയുടെ വിത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ 2 എണ്ണോ 3 എണ്ണമൊക്കെ വെച്ച് നട്ടു കൊടുക്കാം. മുളച്ച് വന്നിട്ട് നല്ല ആരോഗ്യമുള്ള തൈകൾ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവ നമുക്ക് മാറ്റി നടാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ വിത്തുകളൊക്കെ പാകി കിളിർപ്പിക്കാറ് കേട്ടോ.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എപ്പോഴും നമ്മൾ ഗ്രോ ബാഗൊക്കെ റെഡിയാക്കി വെക്കണം, എന്നാൽ നമുക്ക് ഇതുപോലെയൊക്കെ നട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തൈകളൊക്കെ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ മണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം വിത്തിട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 2 വെച്ചൊക്കെ കേട്ടോ നട്ട് കൊടുക്കുന്നത്. അതുപോലെ സെപ്റ്റംബർ മാസത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി. ഈ തക്കാളി തൈകളൊക്കെ ഞാൻ ഇവിടെ പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ്. അത് പാകുന്ന രീതിയും തൈകൾ പറിച്ചു നടുന്ന രീതിയും പൊട്ടി മിക്സ് ഒരുക്കുന്ന രീതിയും ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഒരു 8-10 ഗ്രോ ബാഗിലായിട്ട് ഞാനിവിടെ തക്കാളി തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. ഈ തക്കാളി ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ കമ്പൊക്കെ കുത്തി കൊടുക്കണം, എന്നാൽ കാറ്റത്തും മഴയത്തൊന്നും ഒടിഞ്ഞു വീഴില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഇതുപോലെ ഇളക്കി കൂട്ടി കൊടുക്കണം, എന്നാൽ നല്ല വായുസഞ്ചാരം കിട്ടുകയും ചെടികളുടെ വേരൊക്കെ നല്ല രീതിയിൽ തന്നെ ഓടുകയും ചെയ്യും. അപ്പം നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം നമ്മൾ തൈകൾ നട്ടു കൊടുക്കാനായിട്ട് എടുക്കേണ്ടത്. മണ്ണ് തറഞ്ഞു പോവാതിരിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി തൈകളൊക്കെ നല്ല കരുത്തോടെ തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. വലിയ ഗ്രോ ബാഗിലൊക്കെ ഞാൻ 2 വെച്ച് നട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഗ്രോ ബാഗിലൊക്കെ 1 വെച്ച് നട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെടിച്ചട്ടിയിലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് വഴുതന. നമുക്കറിയാം, ഒരു പ്രാവശ്യം വഴുതന നട്ട് പിടിപ്പിച്ചാൽ അത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതെങ്കിൽ 2-3 വർഷം വരെ നമുക്ക് അതിൽ നിന്നും വിളവ് കിട്ടുന്ന ഒരു ചെടിയാണ് വഴുതന. ഇഷ്ടം പോലെ വഴുതന നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇതുവരെ വഴുതന നട്ടുപിടിപ്പിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വഴുതന നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം. അപ്പോൾ എല്ലാവരും വഴുതനയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു ശ്രദ്ധ മാത്രം മതി. നല്ല രീതിയിൽ തന്നെ വഴുതന വിളവെടുക്കാം. അപ്പോൾ ഇത് കണ്ടതിലൊക്കെ നിറയെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാടാണ് ഇതിൽ നിന്നൊക്കെ വിളവ് എടുത്തത്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ വിളകളാണ് കുമ്പളം, അതുപോലെ പാവൽ, ചുരക്ക, പടവലം, ഇങ്ങനെ പടർന്ന് പോകുന്ന ചെടികൾ. ഇതൊക്കെ നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന നല്ല ഇനം പച്ചക്കറികളാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കൃഷി ചെയ്യുക. ഇപ്പോൾ നട്ടു വളർത്താൻ പറ്റുന്ന നല്ലൊരു ഇനമാണ് പച്ചമുളക്. ഇതിൽ തന്നെ ഒരുപാട് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ മുളക് ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് നല്ല പഴുത്ത മുളകെടുത്ത് അതിൻ്റെ അരി പാകിയും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നല്ല മൂപ്പായ മുളകൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അരിയെടുത്ത് പാകി കിളിർപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ അങ്ങനെ പാകി കിളിർപ്പിച്ച തൈകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ മുളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിത്ത് പാകാനായിട്ട് പോട്ടി മിക്സ് എടുക്കുമ്പോൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും തുല്യ അളവിലെടുത്തിട്ടാണ് ഞാനിവിടെ വിത്ത് പാകാറ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, എല്ലാ മുളകിൻ്റെ വിത്തുകളും മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറിച്ച് നടേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പാകി കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ചീര. ഞാനിതാ ഇവിടെ ചെടിച്ചട്ടിയിലൊക്കെ പാകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിത്തൊക്കെ മുളച്ച് വന്നിട്ട് തൈകളൊക്കെ പറിച്ച് നടാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചീരയൊക്കെ പാകി കിളിർപ്പിക്കാറ്. ഇത് കണ്ടോ, ഈ ഭാഗത്ത് ഞാനൊരു പെട്ടിയിൽ ഇങ്ങനെ പാകി കൊടുത്താണ്. എല്ലാ വിത്തുകളും മുളച്ച് വന്നിട്ടുണ്ട്. ഒരു 4-5 ഇല വരുമ്പോൾ നമുക്ക് ഈ തൈകളൊക്കെ പറിച്ച് മാറ്റി കൊടുക്കാം. ഗ്രോ ബാഗിലോട്ടോ ചട്ടിയിലോട്ടോ ഒക്കെ നട്ടു കൊടുക്കാവുന്നതാണ്. ചീരയുടെ ഒരു തൈ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായാൽ മതി. അതിൽ നിന്നൊക്കെ വിത്തുകൾ ഇങ്ങനെ വീണ് ഇഷ്ടം പോലെ ഗ്രോ ബാഗിലും ചടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ മുളച്ച് വരും. അപ്പോൾ നമുക്കിങ്ങനെ പറിച്ച് നട്ടു കൊടുക്കാം. എപ്പോൾ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇനമാണ് ചീര. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ചീര തന്നെ പലതരത്തിലുള്ളതായ ചീരകളുണ്ട്. പച്ചയും ചുവപ്പും പാൽച്ചീര, സുന്ദരിച്ചീര, അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ചീരകളുണ്ട്. അപ്പോൾ എല്ലാവരും ചീര കൃഷി ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാടൊന്നും കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല.
നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നട്ട് പിടിപ്പിക്കുക. ഒരു 3-4 ഗ്രോ ബാഗിൽ വെണ്ട, അതുപോലെ ഒരു 4 ഗ്രോ ബാഗിലും പച്ചമുളക്, അതുപോലെ തക്കാളി, വഴുതന, ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമ്മൾ നട്ട് പിടിപ്പിക്കുക. ഒരുപാടൊക്കെ നമ്മൾ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളവും വെള്ളവും ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ നട്ട് പിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ പുറത്തു നിന്നൊന്നും പച്ചക്കറികൾ വാങ്ങിക്കാറില്ല. നമ്മുടെ ടെറസിലുണ്ടാക്കിയ പച്ചക്കറികളാണ് കൂടുതലും എടുക്കാറ്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.